ഗായ്സ് നമസ്തേ, വെൽക്കം ടു വിവൈൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഹോട്ടൽ ജീവിതം തന്നെയാണ് കേട്ടോ. ചുരുക്കി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടുന്നത് ഹോട്ടലിലാണ്. അന്നേരമൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിട്ടില്ല. അന്നേരം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ കരുതി ഇത് സുജിത് ഭക്തൻ്റെ പോലത്തെ ലക്ഷറി ഹോട്ടലൊന്നുമല്ല കേട്ടോ. സാധാരണക്കാർക്ക് നമ്മളെ കൊക്കിലൊക്കെ ഒതുങ്ങുന്ന ഒരു 1000 രൂപ അല്ല 1500 രൂപ റേഞ്ചിലുള്ള ഹോട്ടലാണ്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ഡേ ആണ് കാഠ്മണ്ഡുവിൽ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ലാസ്റ്റ് ഡേയിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ സ്വയംഭൂനാഥ് അമ്പലത്തിൻ്റെ അടുത്തൊക്കെ പോയാലും അപ്പോൾ നമ്മളൊരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, സാറേ പള്ളി അമ്പലമൊക്കെ ഇതിൽ ആൾക്കാർക്ക് താല്പര്യം കൂടുതലുണ്ടാവും, സാർ അവിടുത്തെ നിന്ന് റെഡ് ലൈറ്റ് ഏരിയ ഒക്കെ ഒന്ന് കവർ ചെയ്യും, അപ്പോൾ വ്യൂവേഴ്സൊക്കെ ഒന്ന് ഉണ്ടാവും, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അമ്പലത്തിൻ്റെ വീഡിയോ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാഠ്മണ്ഡു തമിഴ് ഏരിയയിൽ റെഡ് ലൈറ്റ് ഏരിയ ഉണ്ട്. റെഡ് ലൈറ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പാ, കുറച്ച് കുരുത്തങ്കടുകളുടെ പെൺകൊച്ചുങ്ങൾ, നമുക്ക് അവരൊക്കെ ഒന്ന് പ്രപ്പോസ് ചെയ്തിട്ടൊക്കെ നോക്കാം എന്താണെന്നൊരു എക്സ്പീരിയൻസ്. അതിനു മുമ്പ് നമ്മുടെ റൂം ചെറിയ റൂമാണ്. ചെറിയ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1500 രൂപ, അതായത് നമ്മുടെ നാട്ടിൽ 1000 രൂപ, ഇന്ത്യൻ റുപ്പീസ് 1000 രൂപ വരെയുള്ള ഒരു ചെറിയ റൂം. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള റൂം തന്നെയാണ്, കുഴപ്പമില്ല. 1000 രൂപക്കൊക്കെ കംഫർട്ടബിൾ ആണ്. നല്ല വിശാലമായിട്ടുള്ള ബെഡുണ്ട്, അതുപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള ബാത്റൂം സൗകര്യമുണ്ട്. ബാത്റൂമൊക്കെ നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമുണ്ട്. പിന്നെ ഇവിടെ പിന്നെ അധികം ചൂടില്ലാത്തതുകൊണ്ട് AC അങ്ങനെ അഡോപ്റ്റ് ചെയ്യാറില്ല. AC ഫെസിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഈ റൂമിനകത്തില്ല കേട്ടോ. സോ സോഫ സെറ്റ് ഉണ്ട്, എല്ലാം കൂടെ നല്ല ഒതുങ്ങിയൊരു നല്ല റൂം. 1500 രൂപയാണ് ഒരു ദിവസത്തേക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് അമ്പലത്തിൻ്റെ ഭാഗങ്ങളും റെഡ് ലൈറ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വിവൈവ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നമ്മുടെ വിവൈവ് എന്നുള്ള ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹോം ടൂറിൽ നിന്ന് നേരെ പോകുന്നു റോഡ് ടൂറിലേക്ക്.